സോ ഗൈസ്, ഇന്ന് രാവിലെ കഴിഞ്ഞപ്പോൾ തന്നെ ഡൊമിങ്കോസ് വിളിച്ചായിരുന്നു. ഇന്നത്തെ ദിവസം കൊള്ളാമെന്ന് അപ്പം തന്നെ മനസ്സിലായി. അവൻ പറഞ്ഞു അവൻ്റെ കൂട്ടുകാരൻ സയൻറ്റിസ്റ്റ് ഇല്ലേ, അയാൾ സൂപ്പർ സീറം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് സൂപ്പർമാൻ ആവാൻ പറ്റുന്നു. എനിക്കത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ആഗ്രഹമായി. അത് കാരണം നമ്മൾ അതുകൊണ്ട് പോകാൻ വിചാരിച്ചു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ സിറ്റിയിൽ 2 ടൈപ്പ് സയൻറ്റിസ്റ്റ് ഉണ്ട്. ഒന്ന് നല്ല സയൻറ്റിസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മളോട് സഹായിക്കുന്ന സയൻറ്റിസ്റ്റ്. ഒന്ന് ഡെവിൾ സയൻറ്റിസ്റ്റ്, എന്നെ വെച്ച് എക്സ്പെരിമെൻ്റ് ചെയ്ത ആൾ. എക്സ്പെരിമെൻ്റ് ചെയ്ത ആളാണ് ഈ നല്ല സയൻറ്റിസ്റ്റിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. പുള്ളിക്കാരൻ എന്തോ ഓടിപ്പോയി ഈവിൾ ആയി തീർന്നതാണ്. നിങ്ങൾ 2 പേര് സബ്സ്ക്രൈബ് ചെയ്ത കാരണം നമ്മുടെ ലംബോർഗിനി തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് ഇവിടെ തന്നെയുണ്ട്. സൂപ്പർമാൻ തേടി വരുമെന്നറിയില്ല, പക്ഷെ നമ്മളിന്നൊരു സൂപ്പർമാൻ ആകുമ്പോൾ നിങ്ങളിത് ഫുള്ള് കണ്ടാൽ മിക്കവാറും ഒരു സൂപ്പർമാൻ വേഴ്സസ് സൂപ്പർമാൻ ഫൈറ്റൊക്കെ കാണാൻ പറ്റുന്ന എനിക്ക് തോന്നണു. എന്തായാലും നമുക്ക് ആദ്യം പോയി ഡൊമിങ്കോസിനെ കാണാം. അവനൊരു പുതിയ വീട് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഗൈസ്. ജലദോഷമുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ ജലദോഷം മാറിയിട്ടില്ല ഗൈസ്. 100 ആയാലും ഇത് കാശ് കിട്ടാൻ തോന്നുള്ളൂ ഗൈസ്. എന്ത് ചെയ്യാനാ, കാശ് കിട്ടാതെ ജലദോഷം പോവില്ല. പെട്ടെന്ന് തന്നെ 100 സബ്സ്ക്രൈബേഴ്സ് എത്തിച്ചാൽ ജലദോഷത്തെ ഹെൽത്തി ഫ്രാങ്ക്ലിൻ വരും. നിങ്ങളങ്ങനെ ചെയ്തില്ലെങ്കിൽ ഷിൻചാനും കൂടിയും ജലദോഷം പിടിച്ച് അവനെ മിക്കവാറും ജപ്പാനിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെന്താ പറഞ്ഞിരുന്നത്, ഡൊമിങ്കോസിലെ അവൻ പുതിയ വീട് മേടിച്ചു ഗൈസ്. അവൻ റിച്ചാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അവൻ റിച്ചല്ല. അവൻ വാടക വീട്ടിലാണ്. സീനില്ല ഡോറൊന്നും പോയിട്ടില്ലല്ലോ. സീനില്ല. നമ്മളെന്താ പറഞ്ഞത്, അവൻ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവൻ വാടക കൊടുക്കാത്തതുകൊണ്ട് അവനെ അങ്ങോട്ട് തല്ലി പുറത്താക്കി. അപ്പം അവൻ ഇനി പുതിയൊരു വീട് കണ്ടുപിടിച്ചേക്കാണ്. അവൻ ലൊക്കേഷൻ എൻ്റെ അടുത്ത് അയച്ചു തന്നായിരുന്നു. അപ്പം നമുക്ക് അവൻ്റെ വീട്ടിലേക്ക് പോവാം. ഇവൻ്റെ വീടൊക്കെ കണ്ടുപിടിക്കാൻ കിടന്ന് ചുറ്റണം കേട്ടോ. ലൊക്കേഷൻ ഇവിടെ ഇങ്ങനെയാണ് കാണിക്കുന്നത്, പക്ഷെ നല്ലോണം ചുറ്റണം കേട്ടോ. ഇവൻ ഇങ്ങനത്തെ സ്ഥലമൊക്കെ കണ്ടുപിടിക്കുള്ളൂ. കാരണം മണ്ടന്മാരെ ആൾക്കാരെ വീണ്ടും പറ്റിച്ചിട്ടാണല്ലോ ഈ സ്ഥലം ഉണ്ടാക്കാൻ. എന്നിട്ട് അവിടെ നിന്ന് നല്ല ചുമയുണ്ട്, മിക്കവാറും നാളെ പനിയൊക്കെ കാണും. ആയ ആൾക്കാരെ വീണ്ടും മണ്ടന്മാരാക്കിയിട്ട് ഇവൻ ആ വീട്ടിൽ കയറി പറ്റും. എന്നിട്ട് കാശ് കൊടുക്കാതാകുമ്പോൾ അവർ തല്ലിപ്പുറത്താക്കും. അതാണ് ഇവൻ്റെ പരിപാടി. അത് കാരണം ഏതെങ്കിലും ഏടാകൂടം പിടിച്ച സ്ഥലത്താക്കി ഇവൻ്റെ വീട്. ദേവനെ തപ്പിപ്പോയപ്പോൾ ഡിഫൻഡറിൻ്റെ ഒരു ഡോറും പറഞ്ഞു പോയി. ഒരു ഡോറേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഡൊമിങ്കോസ് ബ്രോവിൻ്റെ വീട്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാ? സൂപ്പറല്ലേ? നമുക്ക് ഇറങ്ങിപ്പോയി അവൻ്റെ അടുത്ത് കാര്യമൊക്കെ തിറക്കാം. ഡോറടയ്ക്കണ പോലെ അഭിനയിച്ചേക്കാം. ഡൊമിങ്കോസ് പുറത്തുനിന്ന് നോക്കണുണ്ടെങ്കിൽ നമുക്കപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോവാം. എന്ത് വലിയ വീടാണെന്ന് നോക്കിയാൽ. ഡൊമിങ്കോസ് അതിൻ്റെ ഡീറ്റെയിൽസ് പെട്ടെന്ന് പറയാം. അത് നീ സയൻറ്റിസ്റ്റിനെ കൊള്ളണം. അയാൾ എന്തെങ്കിലും പണി വരുവാണെങ്കിൽ അത് ചെയ്തിട്ട് മിൻ്റെല്ലോ സുറം മേടിച്ചാൽ മതി. അപ്പോൾ ഡൊമിങ്കോസ് പറഞ്ഞ കേട്ടല്ലോ, നമ്മളപ്പോൾ സയൻറ്റിസ്റ്റിനെ തപ്പി കണ്ടുപിടിക്കണം. പിന്നെ അയാൾ പറയണ പണി നമ്മൾ ചെയ്യാൻ വേണം, എന്നിട്ട് ആ സിറം മേടിക്കാൻ ചെയ്യണം. എന്ത് ചെയ്യാനാ, ആവശ്യം എൻ്റെ ആയി പോയില്ലേ. അപ്പോൾ നമ്മൾ അയാളെ കണ്ടുപിടിക്കാൻ വേണം. പിന്നെ അവൻ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു, അത് നിങ്ങൾ കേൾക്കാത്തായിരുന്നു. എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ രാവിലെ പറഞ്ഞ ആ സയൻറ്റിസ്റ്റ് ഇല്ലേ, നല്ല ബൈക്ക് പ്രേമിയാണ്. അയാൾക്ക് ബൈക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജലദോഷമാണ് ഗൈസ്. ബൈക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അയാൾക്ക് സൂപ്പർ കാർസ് ഇഷ്ടമാണ്. ബൈക്കിനേക്കാൾ ഇഷ്ടം വേറെ ഒന്നുമല്ല, പക്ഷെ സൂപ്പർ കാർസ് ഇഷ്ടമാണ്. സെക്കൻഡറി ആണത്. അപ്പോൾ ചിലപ്പോൾ അയാൾ വരെ സൂപ്പർ കാർ അടിച്ചുകൊണ്ട് വരാനൊക്കെ ആയിരിക്കും പറയണത്. ബൈക്കായിരിക്കും. ബൈക്കാണെങ്കിൽ സിമ്പിളായിരുന്നേനെ. നമുക്ക് അയാളെ കണ്ടുപിടിക്കാം. ഇയാളെ തപ്പിക്കടിക്കാൻ നല്ല പണിയാണ്. കാരണം ഇവിടെ മിക്ക ആൾക്കാരും കാറാണ് ഓടിക്കണത്. അപ്പോൾ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർ കുറച്ചേ ഉണ്ടാവുള്ളൂ. അയ്യോ, പറന്നൊക്കെയാണ് പോകുന്നത്. ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് കാരണം നമ്മൾ അയാളെ കണ്ടുപിടിക്കണം. ഇതല്ലേ ഇയാൾ തന്നെ. നമുക്ക് അയാളെ ഓവർടേക്ക് നിർത്താം. നമ്മളെ അറിയാം, പക്ഷെ അയാൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല. സയൻറ്റിസ്റ്റാ, ഞാൻ ഡൊമിങ്കോസ് കൊണ്ട് വന്നാണ്. എന്തോ മോന്, എനിക്ക് സൂപ്പർമാൻ ആവണ സിറം വേണം. അത് വേണമെങ്കിൽ നീ പുതിയ സിറ്റി പോയിട്ട് ഒരു കോർ അടിച്ചോണ്ട് വന്നു. അടിച്ചോണ്ട് വരാം. ലൊക്കേഷൻ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. ശരി ചേട്ടാ, ലൊക്കേഷൻ സെൻഡ് ചെയ്തിട്ടുണ്ടല്ലേ? ഞാൻ ഫോൺ എടുത്ത് നോക്കാട്ടെ. ചേട്ടാ, ലൊക്കേഷനൊക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ?
ഉറപ്പായിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. വോയിസ് ലൊക്കേഷനൊക്കെ അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബൈക്കിൽ കയറി പോവാം. ഇനി ഇയാളെ തപ്പി വീണ്ടും കണ്ടുപിടിക്കണം. ഇയാൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. നമുക്ക് ആ സിറം തന്നില്ലെന്നൊക്കെ ഇയാളെ ഇല്ലി കേസ് കൊടുത്ത് പൊക്കാം. ഈ ലൊക്കേഷൻ അനുസരിച്ച് ഈ റെയിൽവേ ട്രാക്കിലാണ് കാണിക്കുന്നത്. നമുക്ക് ഇത് ഫോളോ ചെയ്ത് പോയി നോക്കാം. അപ്പോഴേക്കും വല്ല പുതിയ സിറ്റി ഉണ്ടെന്ന് അയാൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ സിറ്റിയിൽ വല്ല ടണൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലായിരിക്കും. ഗ്യാങ്സ്റ്റേഴ്സ് അല്ലേ, അവരടിച്ചുകൊണ്ട് പോയ സാധനം അങ്ങനെയൊക്കെ ആയിരിക്കും കൊണ്ടുപോയി ഇടണത്. ഇത് പുതിയ സിറ്റിയാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഞാൻ ചിന്തിച്ചാൽ ഈ സിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇത് എവിടെയും കണ്ട് നിങ്ങൾക്ക് പരിചയമില്ല ഗൈസ്. ഇന്നലെ നമ്മുടെ അടുത്ത് തന്നെ പോർഷല്ലേ. അപ്പം ഇയാളാണോ നമ്മളെ ഇന്ന് അടിച്ചുകൊണ്ട് പോയത്? ഞാൻ ക്ഷമിച്ചിരിക്കണം. നമുക്ക് സൂപ്പർമാൻ ആണെന്നുള്ള ആഗ്രഹമുള്ളതാണ് ഞാൻ ക്ഷമിച്ചിരിക്കണം. അല്ലെങ്കിൽ ഞാൻ നല്ല പണി കൊടുത്തേനെ. വെറുതെ അല്ല നല്ല സയൻറ്റിസ്റ്റ് ഈവിളായി പോയത്. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് പെട്ടെന്ന് ഇതുകൊണ്ടേ കൊടുത്ത് സെറം മേടിച്ചിട്ട് വരാം അയാളുടെ അടുത്ത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കയറാം. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് വന്നപ്പോൾ നമ്മുടെ ഡോറൊക്കെ പറഞ്ഞു പോയായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് പോണ വഴി കാണാനൊക്കെ പറ്റും ഗൈസ്, പറയാൻ പറ്റൂല. ഇടിക്കാതെ സൂക്ഷിച്ച് കൊണ്ടുപോകണം. ഇതേ കണ്ടല്ല, ഡോറൊക്കെ ഉണ്ട് ഗൈസ്. ഇതെങ്ങാനും ഇടിച്ചാൽ പണി പാളും ഗൈസ്. അയാൾ പിന്നെ നമ്മളെ വെറുതെ വെച്ചേക്കൂല. ഇത് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. എനിക്ക് പേടിയാണ്. എൻ്റെ ഡ്രൈവിങ് സ്കിൽസ് ഭയങ്കര അല്ലാന്ന് അറിയാമല്ലോ. എപ്പോഴെങ്കിലും ഞാൻ കൊണ്ട് ഇടിക്കും. ഇതുവരെയായിട്ട് ഞാൻ ബ്രേക്ക് പിടിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഈ ടണലെങ്ങാനും കഴിഞ്ഞാൽ അത് നല്ല ഓപ്പണാണ്. എവിടെയൊക്കെ ചെന്ന് ഇടിച്ച് വെച്ചെന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ. ചിലപ്പോൾ നമ്മൾ എയറിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. പക്ഷെ എന്താണ് ഇനി നടക്കാൻ പോണതെന്ന് അറിയാൻ മേല. നിങ്ങൾക്ക് വലുത് അറിയാമോ? മിക്കവാറും വണ്ടിയുടെ എല്ലാ പാർട്സും പറഞ്ഞു പോകാനാണ് ചാൻസ്. നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോ എടുത്ത് നോക്കിയാലും മനസ്സിലാവും. എല്ലാ പാർട്സും അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോകും. ലാസ്റ്റ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കടം പറഞ്ഞിട്ടാണ് ഈ സാധനം ശരിയാക്കണത്. നമുക്ക് ഈ ഇനി ലൊക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ റെയിൽവേ ട്രാക്ക് ഫോളോ ചെയ്ത് പോയാൽ നമ്മുടെ സിറ്റിയാണ്. സിറ്റിയിലേക്ക് എന്തായാലും പെട്ടെന്ന് എത്തും. ഇങ്ങോട്ട് പെട്ടെന്ന് എത്തിയല്ലേ, അപ്പോൾ നമ്മൾ എന്തായാലും തിരിച്ച് പെട്ടെന്ന് എത്തിക്കോളും ഗൈസ്. നമുക്ക് പെട്ടെന്ന് ആ സിറ്റിയിലേക്ക് പോവാം. നമ്മളെ സിറ്റി ഇതേ എത്തി. ഇനി ആ സയൻറ്റിസ്റ്റ് ചേട്ടനെ കണ്ടുപിടിക്കണം. സയൻറ്റിസ്റ്റ് ചേട്ടനെ കണ്ടുപിടിക്കുന്നത് നല്ല പണിയാണ് ഗൈസ്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞാൻ എത്ര പാടുപെട്ടാണ് നേരത്തെ കണ്ടുപിടിച്ചത്. നീ ഈ ബൈക്കും കൊണ്ടായാണ് അതിൻ്റെ ഇരട്ടി സ്പീഡിൽ അയാൾ പറത്തി വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി കാണും. ഇനി ജലദോഷമാണ് ഗൈസ്, എന്ത് ചെയ്യാനാ. ഇനി അയാൾ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോയെന്ന് അറിയില്ല. സിറ്റിക്ക് പുറത്ത് പോകില്ലെന്നാണ് ഡൊമിങ്കോസ് രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞത്. ചിക്കൻ പുറത്തെങ്ങാനും പോവുകയാണെങ്കിൽ ഞാൻ വിവരം വിളിച്ചു പറയാമെന്നും പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ അവൻ വിളിച്ചു പറയുമ്പോൾ നമുക്ക് ഈ സിറ്റിക്ക് പുറത്ത് ഞാൻ അന്വേഷിക്കേണ്ടി വരും. അത് നമുക്ക് ഇവിടെ എങ്ങാനും അന്വേഷിക്കാം. ഈ ഡൊമിങ്കോസിനെ കാണണ പോലും ഇല്ലല്ലോ. ഇവിടെ കാറുകാരെയാണെങ്കിൽ നമുക്ക് ആ കാറിൻ്റെ പേര് വെച്ച് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. പക്ഷെ ബൈക്കുകാരെ കണ്ടുപിടിക്കാൻ പറ്റൂല. ഗൈസ് മറിഞ്ഞ് അയ്യോ ഗൈസ് മറഞ്ഞു പോയല്ലേ. ഇനി എന്ത്? അയ്യോ ഞാനും തെറിച്ചു പോയി ഗൈസ്. മറിഞ്ഞതിൻ്റെ ആ ഫോഴ്സ് കൊണ്ട് ഞാൻ തെറിച്ചാണ്. സീനില്ല, ഒരു സീനുമില്ല. വീണട്ടേ ഉള്ളൂ. ഗൈസ് കാറ് 2 കഷ്ണമായി. ഒറ്റ വഴിയേ ഉള്ളൂ, ഫ്രണ്ട്സിൻ്റെ വർക്ക്ഷോപ്പിൽ വിടാം. പക്ഷേ ഇന്നലത്തെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിൽ ഗൂഗിൾ പേക്ക് കാശ് ഞാൻ കൊടുത്തില്ലായിരുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും എനിക്ക് കാശ് കിട്ടുമെന്ന് അവനോട് പറയാൻ പറ്റില്ലല്ലോ. ഒറ്റ വഴിയേ ഉള്ളൂ. വേറെ ഫ്രണ്ടിന് ഒരു ഹൈടെക് വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ ചെന്നാൽ 2 മിനിറ്റുള്ളിൽ ശരിയാക്കി കിട്ടും. ഇനി ആ വർക്ക്ഷോപ്പിലേക്ക് വിടാം. അയ്യോ ഇനി ഇടിച്ചു പിടിച്ച സീനൊന്നുമില്ല. വർക്ക്ഷോപ്പ് ദേ ഇവിടെ അടുത്താണ് ഗൈസ്. നമുക്ക് പെട്ടെന്ന് അവൻ്റെ വർക്ക്ഷോപ്പിൽ കയറ്റി സാധനം റെഡിയാക്കി എടുക്കണം. ഈ അടുത്തുള്ള വർക്ക്ഷോപ്പ് നമ്മുടെ ഫ്രണ്ട്സ് ഞാൻ വെച്ച് ബാക്കിയെല്ലാം റിച്ചാണ്. ഇതാണ് വർക്ക്ഷോപ്പ് കണ്ടോ, ഭയങ്കര വലിയ ബിൽഡിങ്സാണ്. ഞാൻ പറഞ്ഞില്ലേ റിച്ചാണ്. നമുക്ക് ആ തൂണിൻ്റെ പുറകിൽ പോയിട്ട് അവനെ വിളിക്കാം. അവനോട് പറയാം കാർ ഇട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയി, അത് കാരണം ഞാൻ ഗൂഗിൾ പേ ചെയ്യാൻ കാശെന്ന് പറയാം. അപ്പോൾ അവനെ വിളിച്ച് നോക്കാം. അവൻ്റെ രാഹുൽ എന്നാണ് അവൻ്റെ പേര്. ഇവിടെ എൻ്റെ കാർ അവിടെ ഞാൻ തന്നിട്ടുണ്ടേ. ഇത് ഞാൻ 2 മിനിറ്റുള്ളിൽ ശരിയാക്കി തരുമോ? നീ കാശ് ഗൂഗിൾ പേ ചെയ്താൽ മതി. ശരിയടാ, ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം. അവൻ വിശ്വസിച്ചിട്ടുണ്ട്. നമ്മുടെ കാർ ഇവിടെ എത്തിയിട്ടുണ്ട് കേസാ.
അവൻ ഭയങ്കര സ്പീഡുള്ളവനാണ് കേട്ടോ. നമുക്ക് കയറിയിട്ട് ഇനി സയൻറ്റിസ്റ്റ് തന്നെ വീണ്ടും തപ്പാം. ഇനി ഞാൻ ഇത് സൂക്ഷിച്ചോടിക്കും, നല്ല പതിയൊക്കെ ഓടിച്ച് അയാളെ കണ്ടുപിടിക്കാം. ഇനിയിപ്പോൾ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. ഇതെങ്ങനെ പൊട്ടി പാളിസായി പോയി വീണ്ടും എൻ്റെ അടുത്ത് ചെല്ലുവാണെങ്കിൽ ഞാൻ കാശ് എന്തായാലും ചോദിച്ച് മേടിച്ചിരിക്കും. അത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ആ സയൻറ്റിസ്റ്റ് അണ്ണൻ്റെ അടുത്തേക്ക് പോവാം. പുള്ളിക്കാരൻ ഈ ബൈക്ക് ഓടിച്ച് നടക്കണതാണ് കുഴപ്പം. കാറാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്ന് കാശ്. എന്ത് ചെയ്യാനാണ്, നമുക്ക് പെട്ടെന്ന് പോവാം കാശ്. നമുക്ക് എൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് പോകാൻ ഭയങ്കര പണിയാണ്. ഇയാൾക്കണ്ട ഇത് ഇയാളല്ലേ, ഇയാളെ വീണ്ടും ഓവർടേക്ക് ചെയ്തെടുത്ത. ഇയാൾക്ക് നമ്മളെ കണ്ട വെച്ചിട്ടില്ല, കാരണം ഈ കാറിലാണ് നമ്മൾ വന്നേക്കണം. സയൻസ് തന്നെ അതെ നിങ്ങളുടെ കാർ ഇട്ടിട്ടുണ്ട്. ഇന്നും എടുത്ത് സീറോ ഒക്കെ തന്നു, അതൊക്കെ ഓക്കെ. ഇതെപ്പോഴാണ് ആക്ടിവേറ്റ് ആവാൻ പോണേ? അത് മോനെ നീ വീട്ടിൽ ചെന്ന് ഒരു 5-6 മണിക്കൂർ കിടന്നുറങ്ങി ആക്ടിവേറ്റ് ആവോ? എനിക്ക് ജലദോഷമാണ്, അത് കാരണമാണ് ഞാൻ ചോദിച്ചത്. സൈഡ് എഫക്റ്റ് വല്ലതും ഉണ്ടാവോ? ഇല്ല മോനെ. ആണോ? താങ്ക് യു സയൻസ് ചേട്ടാ, ഇങ്ങനത്തെ വൃത്തിയുടെ പണിയൊന്നും തരല്ലേ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം. ഗായ്സ് ഞാൻ എണീറ്റ് നോക്കുമ്പോൾ ഇത് സൂപ്പർമാനായി. ഇത് പറക്കാനൊക്കെ പറ്റും ഗായ്സ്. എനിക്ക് വെറുതെ ഒന്നും അല്ലല്ലേ, ഇത് നല്ല സീറോ ആണ് കേട്ടോ. അയാളെ ഇനിയും കാണുമ്പോൾ പറയണം. ഇടിച്ചിട്ട് എനിക്ക് വെയിലെടുത്തില്ല, എനിക്ക് തോന്നുന്നു എനിക്ക് സൂപ്പർ സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ടെന്ന്. നോക്കി ഇത് ലേസറാ, അത് കൊള്ളാലോ ഗായ്സ്. നമുക്ക് ഇത് വെച്ച് വണ്ടി നശിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചില്ല. അടുത്ത് വെച്ച് അടിച്ചു നോക്ക്, കുറച്ച് ദൂരത്തേക്കോട്ടെ ഗായ്സ്. ഇത് പൊട്ട സീനാണ് കേട്ടാ. നമുക്കിനി ഇത് മനുഷ്യൻ്റെ മേത്ത് പതിച്ച് എന്ത് പറ്റുമെന്നും കൂടി നോക്കാം. ഈടോ അവര് കുഴഞ്ഞോട് ഗായ്സ്. സൂപ്പർമാനായിട്ട് സൂപ്പറാണ് കേട്ടോ ഗായ്സ്. ഇത് പൊളി. നമുക്ക് കുറേ പറക്കുകയൊക്കെ ചെയ്യാം ഗായ്സ്. അപ്പോൾ ഇനി ഷിൻസാൻ്റെ അടുത്തും കൂടി കാണിച്ചു കൊടുക്കാം. അവനെന്ത് പറയുന്നു? ഫ്രാങ്ക്ലിൻ ഞാൻ രാവിലെ എത്തുമ്പോൾ കണ്ടെത്തൂലതേ വന്നപ്പോൾ സൂപ്പർമാനായ ഫ്രാങ്ക്ലിൻ ഭായ് സൂപ്പർമാനായിട്ട് എന്നെ പുറത്തിരുത്തി സ്കൂളിൽ കൊണ്ടുപോകാനേ. പക്ഷെ എൻ്റെ മോനെ ഫ്രാങ്ക്ലിൻ സൂപ്പർമാനൊക്കെ ഗായ്സ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് പൊളി? അപ്പോൾ ഷിൻചാൻ്റെ നമ്മുടെ ന്യൂ ലുക്ക് പവേഴ്സൊക്കെ ഇഷ്ടമായി. നിങ്ങൾക്കിത് ഇഷ്ടമായോന്ന് എനിക്കറിയില്ല. ഇഷ്ടമാവുകയാണെങ്കിൽ പൊളിയല്ലേ. ഞാൻ എത്ര ദിവസം ഈ ലുക്കിൽ നിൽക്കണം? നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ഞാൻ കമൻറ്റ് ഇട്ടേ ഗായ്സ്. ഇനി ഞാൻ ഇതുപോലത്തെ പല വേഷം കിട്ടി വരും ഗായ്സ്. നിങ്ങൾ കാത്തിരിക്കൂ.